അങ്ങനെ ഒരു ജീവിതം വരാനുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർക്ക് പോലും അതിൽ ദൃഢമായ വിശ്വാസമുണ്ട് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അതിനനുസരിച്ച് ജീവിക്കണ്ടേ? ഞാൻ പറയണ എനിക്ക് പരലോകമുണ്ട് എന്നൊക്കെ നല്ല ബോധമുണ്ട്, പക്ഷെ അതെൻ്റെ പ്രവൃത്തിയിലും കൂടെ കാണണ്ടേ? അപ്പോഴല്ലേ എൻ്റെ വിശ്വാസം രൂഢമൂലമാവുക. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പരലോകത്തിൽ വിശ്വാസമുണ്ട്, ഞാൻ നാവുകൊണ്ട് പറയുന്നത് വലിയൊരു കാര്യമൊന്നുമല്ലല്ലോ. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്, അവർ വെറുതെ ആളുകളെ വഞ്ചിക്കുകയാണെന്ന് അള്ളാഹ് പറഞ്ഞതല്ലേ സൂറത്തുൽ ബഖറയിൽ. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم. ജനങ്ങളിലുണ്ട് കുറേ ആളുകൾ, അവരിങ്ങനെ പറഞ്ഞു നടക്കും, ഞങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് പരലോകത്തിൽ നല്ല വിശ്വാസമുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ വമാഹും ബിമുഅ്മിനീൻ, അവരൊന്നും വിശ്വാസികളല്ല തന്നെ. ഒക്കെ വെറുതെ പറച്ചിലാണ്. പിന്നെ അവർ വെറുതെ അള്ളാനെ പറ്റിക്കാൻ നോക്കുകയാണ്, ജനങ്ങളെയും പറ്റിക്കാൻ നോക്കുകയാണ്. പക്ഷെ അവരെ സ്വയമാണ് പറ്റിക്കപ്പെടുന്നത്, അവരെ തന്നെയാണ് പറ്റിക്കുന്നത്, വഞ്ചിക്കുന്നത് എന്ന കാര്യമുണ്ടോ അവരറിയുന്നു എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ ദൃഢമാവാൻ, നല്ല യഖീനുണ്ടാവാൻ അനിവാര്യമാണ് ഖുർആനിൽ നിന്ന് നമ്മുടെ ചിന്ത ഒരിക്കലും പോകാൻ പാടില്ല. ആണ് സുഹൃത്തുക്കളെ എനിക്ക് എന്നോട് നിങ്ങളോടൊക്കെ പറയുന്നത്. റബ്ബിൻ്റെ കലാം നിരന്തരം നമ്മൾ ഡെയിലി ഒരായത്തെങ്കിലും ചിന്തിക്കണം. ആയത്തിൻ്റെ അർത്ഥം നമ്മളിങ്ങനെ വെറുതെ പഠിച്ചു പോകുന്നുണ്ട്, ചിന്തിക്കണം. എന്താണ് ആ പറഞ്ഞത്? എന്നോടാണല്ലോ എൻ്റെ റബ്ബാ സംസാരിക്കുന്നത്, എൻ്റെ റബ്ബ് എന്നോടാണല്ലോ ഈ വർത്താനം പറയുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ആയത്തുകളെക്കുറിച്ചുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കാന്നറിയോ? നമ്മുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. ഖുർആനിൽ നിന്ന് അകന്നു പോകും തോറും നമ്മുടെ ഈമാനിൻ്റെ ഗ്രാഫ് കുത്തനെ താഴും. പിന്നെ അവിടെ ശൈത്താന് കടന്നു വരാൻ എളുപ്പമാണ്. അങ്ങനെയല്ലോ, നമ്മുടെ ബോഡി വീക്കാവുമ്പോഴാണ് അതിലേക്ക് രോഗാണുക്കൾ പെട്ടെന്ന് കടന്നു കയറുക. ബോഡിക്ക് നല്ല പ്രതിരോധ ശക്തി ഉണ്ടാകുമ്പോൾ അണുക്കൾക്ക് കടന്നു വരാൻ പറ്റൂല. ഇതേപോലെ നമ്മുടെ ഹൃദയത്തിൽ നല്ല ഈമാനികമായ പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ ശൈത്താനാണ് പെട്ടെന്ന് കടന്നു വരാൻ പറ്റൂല. അതാണ് നശിക്കുമ്പോൾ പെട്ടെന്ന് അവൻ അതിലേക്ക് കുടിയേറി പാർക്കും. അതിനാണ് ഖുർആനുമായിട്ടുള്ള ബന്ധം തുടരണം എന്ന് ഞാൻ എപ്പോഴും എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ പരലോകത്തെക്കുറിച്ചുള്ള ബോധം അവരുടെ ജീവിതത്തിൽ ഇല്ലാതെ അവർ ജീവിക്കുകയാണ്.